ഹലോ കൂട്ടുകാരെ, പറയുവറ്റ പന്തിരുവലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഈ കോവയ്ക്കയും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഞാൻ പറയാം. അതായത് പറയുവറ്റ പന്തിരുവലത്തിലെ മക്കളെല്ലാവരും കൂടെ പിതാവും മാതാവുമായ വരുചിയുടെയും പഞ്ചമിയുടെയും ശ്രാദ്ധ ദിവസം അഗ്നിഹോത്രിയുടെ വീട്ടിൽ ഒത്തുകൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതായത് മൂത്ത മകനാണ് അഗ്നിഹോത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ ശ്രാദ്ധ ദിവസം സദ്യക്കുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് എല്ലാവരും പോകും. അപ്പോൾ ഇതുപോലെ ഒരു തവണ ഒരു ശ്രാദ്ധത്തിന് പാക്കനാര് പശുവിൻ്റെ അകിടുമായിട്ടാണ് ചെന്നത്. അപ്പോൾ അഗ്നിഹോത്രിയുടെ അന്തർജനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതെടുക്കാനുള്ള മടി കൊണ്ട് അത് മുറ്റത്ത് കൊണ്ട് കുഴിച്ചിടുകയാണ് ഉണ്ടായത്. അടുക്കളയുടെ മുറ്റത്ത് കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ സദ്യ വിളമ്പിയ സമയത്ത് പാക്കനാരിങ്ങനെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, ജ്യേഷ്ഠത്തി, ഞാൻ കൊണ്ടുവന്ന ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്തർജനം പറയുകയുണ്ടായി, എനിക്കത് എടുക്കാനുള്ള മടി കൊണ്ട് ഇതുപോലെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാക്കനാരി പറഞ്ഞു, ജ്യേഷ്ഠത്തി ഇപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അന്തർജനം പോയി നോക്കിയപ്പോൾ അവർ കണ്ടത് എന്താണ്? ഇതുപോലെ ഒരു വള്ളിച്ചെടി കിളിച്ച് നിന്നിട്ട് അതിൽ നിറയെ ചെറിയ ചെറിയ കായ്കൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ പാക്കനാരി പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു. അപ്പോൾ അന്തർജനം അതുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു പച്ചക്കറി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കോവയ്ക്ക. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ കഥകൾ കേൾക്കാനും പുതിയ അറിവുകൾ കിട്ടാനും ഒക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുമാത്രമല്ല, നമ്മുടെ കോവയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ വരുന്നുണ്ട്, അതും ഒന്ന് കണ്ടേക്കണം. അപ്പോൾ പുതിയൊരു അറിവും പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.